നമസ്കാരം, ആറാമണാണേ. ഇരിക്കുന്ന ചപ്പാത്തിലാണ്, ചപ്പാത്ത്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അന്നേരം നിങ്ങളൊന്ന് കാണിക്കാൻ തോന്നി. 2-3 ദിവസമായി നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ട് ഉണ്ടോ. ചപ്പാത്ത് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഇതിങ്ങനെ ഒരു പാലമാണ്, നമ്മൾ ഏലപ്പാറ കുട്ടിക്കാനം ആ റൂട്ടൊക്കെ പോകുന്ന ഏരിയയാണിത്. ഇത് ശരിക്കും മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതൊഴുകി ഇനി മുന്നോട്ട് പോകും. നമ്മൾ മുന്നോട്ടുള്ള കുറച്ച് വെള്ളം ഒഴുകുന്ന കാഴ്ചകൾ ഈ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിനി ഇങ്ങോട്ടേക്കാണ് പോണത്. ഇതാണ് ചപ്പാത്ത് ടൗൺ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കട്ടപ്പന. ഇവിടെ മുല്ലപ്പെരിയാർ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലതവണ ഈ ചപ്പാത്ത് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. ഞാൻ റോഡിൽ ഒന്ന് ക്രോസ് ചെയ്തോട്ടെ. ഇപ്പുറ സൈഡിൽ നല്ല കാഴ്ചയാണ്. ഈ കാണുന്നതാണ് ചപ്പാത്ത്. ഇത് നന്നായിട്ട് മഴ പെയ്ത മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ മുമ്പൊക്കെ ഈ പാലം മൂടി വെള്ളം വന്നിട്ടുണ്ട്. പ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് ഈ പാലം മൂടി വെള്ളം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പം ആവറേജ് വെള്ളമുള്ളൂ. കാണുന്നതാണ് ചപ്പാത്ത് എന്ന് പറയുന്നത്. അങ്ങ് അകലെ കണ്ടോ നല്ല രീതിയിലുള്ളൊരു മല, ഒരു കുന്ന് കണ്ടോ, മഞ്ഞൊക്കെ മൂടി കിടക്കുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇത് കണ്ടപ്പോൾ പെട്ടെന്നൊന്നും എടുക്കാൻ നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ട് 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നു. കാരണം ജോലി സംബന്ധമായിട്ടുള്ള തിരക്കൊക്കെ കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കുറേ നല്ല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കണ്ടപ്പം ചെറിയ വീഡിയോ, ഷോർട്ട് വീഡിയോ പോലെ നമുക്ക് ചെയ്യാമെന്ന് കണക്കാക്കിയത്. ഹലോ, ചപ്പാത്ത്. നമ്മളിനിപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. മുന്നോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ എടുക്കാം. ഏലപ്പാറ വന്നപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു കുന്നിൻ്റെ കുറച്ച് അടുത്തുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഏലപ്പാറ ടൗണാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളിങ്ങനെ നേരെ പോകും. ഇത് കട്ടപ്പന എന്ന് വരുന്ന വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കട്ടപ്പന. കുറച്ചുകൂടെ മുമ്പ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കുന്നിൽ. പക്ഷെ ഇപ്പോൾ എല്ലാം പോയി. ഏലപ്പാറ വരെ ഉണ്ടായിരുന്നു നമ്മളിന്ന് റൂട്ട്. ഇപ്പോൾ ഏർക്കും നമ്മൾ ഏലപ്പാറ തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് 2-3 കടകളുണ്ട്. പോകുന്ന വഴിക്ക് കൊടുത്ത് വേണം പോയത്. ഇപ്പോൾ നമ്മൾ ഏലപ്പാറ കുട്ടിക്കാന റൂട്ടിൽ ആ ജംഗ്ഷനിൽ നിൽക്കുക. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് തിരിച്ച് മുന്നോട്ട് പോയത്. ഇത് ഇപ്പം ഈ റൂട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഴമൂടലൊക്കെ ഉണ്ട്. ഈ റൂട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് കുട്ടിക്കാനം, കോട്ടയം, വാഗമണ്ണൊക്കെ പോകാം. നമ്മളിപ്പം കട്ടപ്പന റൂട്ടിലാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കാനുണ്ട്. അപ്പോൾ അത് സാധനം കൊടുക്കാൻ വേണ്ടി പോയേക്കുക. ഇങ്ങോട്ട് വന്നു കഴിക്കാനൊരു അതിൻ്റെ ഞാൻ വീഡിയോ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിക്കാൻ നമ്മളൊരു ചെറിയൊരു ചപ്പാത്തിന് താഴെ ഷാലടി എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ളൊരു കാഴ്ച അത് ചേർത്ത് നല്ല ഭംഗിയായിരുന്നു. അത് തട്ടുതട്ടായിട്ട് അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ വീഡിയോ എടുത്ത് നമ്മളിടുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് കറക്റ്റ് ഇതാക്കാൻ പറ്റില്ല. ചെറിയതുണ്ട്. ഇത് നമുക്ക് മുന്നോട്ട് പോകാം. ഏലപ്പാറ തന്നെ കേട്ടോ നിൽക്കുന്നത്. സെയിൽസ്മാനെ ക്യാഷ് കളക്ട് ചെയ്യാൻ പോയേക്കും. അപ്പം ഞാൻ വണ്ടി മാറ്റി ടൗണിന് പുറത്ത് വന്ന് കിടക്കുക. ടൗണിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഉച്ച സമയത്തായതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ കിടക്കുന്നത് ഇവിടെയാണ്. ഇത് കട്ടപ്പന റോഡാണ്. നമ്മൾ അവിടുന്ന് ബാക്കിന് ഈ സൈഡിൽ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിലാണ് പോകാണ്ട്. നമുക്ക് മാട്ടുക്കട്ട ചെറിയൊരു സാധനം കൊടുക്കാനുണ്ട്. നമ്മളിതിലാണ് ഇങ്ങനെ പോകുന്ന റോഡ്, ഇങ്ങനെ പോയതിൽ ഇങ്ങനെ അങ്ങ് പോകും. ഒരു പള്ളിയുടെ, ഒരു മുസ്ലിം പള്ളിയുടെ അടുത്താണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇനി അവിടെ പോയി രണ്ട് കടയിലൂടെ ഡെലിവറി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം തീരും. നേരെ നമ്മൾ കട്ടപ്പന ചെന്ന് വണ്ടി ഒതുക്കിയിട്ട് പോകുന്നു. വണ്ടി ഒന്ന് ക്ലീൻ ആക്കണമെന്നുണ്ട്. താമസിച്ചാൽ ചെല്ലുന്നെങ്കിൽ ഇപ്പോൾ ബസ്സിന് പോകുന്നതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്ക് ചെല്ലുന്ന ടൈമിൽ അന്നേരം പോകാൻ പറ്റില്ലല്ലോ. രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നത്. അപ്പം അതുകൊണ്ട് രാവിലെ കുഴപ്പമില്ല. ചില ദിവസം ആവാൻ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ബസ്സിന് വരണം. അപ്പോൾ അതിൻ്റെ സമയം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പം അതുകൊണ്ട് ചെല്ലുന്ന സമയം നോക്കിയിട്ട് വേണം ഇനിയിപ്പം കാര്യങ്ങൾ തീരുമാനിക്കാം. വണ്ടി ചിലപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് സമയം കിട്ടുവാണെങ്കിൽ ക്ലീൻ ആക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. പൊടിയൊക്കെ പിടിച്ചു, ചെളിയൊന്നും ഒത്തിരി പറ്റിയിട്ടില്ല. എന്നാലും പൊടിയൊക്കെ പിടിച്ച് എനിക്കങ്ങനെ വണ്ടി കൊണ്ടുനടക്കുന്നത് ഇഷ്ടമല്ല. വണ്ടി നീറ്റായിരിക്കണം എപ്പോഴും. അങ്ങനെയൊരു ഇതുള്ളതാണ്. ചെറിയ മഴമൂടലും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നിങ്ങൾ ആ കാണുന്നതൊക്കെ മഴമൂടലാണ്. പിന്നെ ഏലപ്പാറ ഈ ഒരു സൈഡൊക്കെ എപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ.
കുട്ടിക്കാനം പോലുള്ളൊരു കാലാവസ്ഥയൊക്കെയാണ് എപ്പോഴും ഈ ഒരു ഏരിയയിൽ കാണുന്നത്. ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഈ ഏരിയയിൽ. അധികം നമ്മളാരും അങ്ങനെ ഇതിൽ നമ്മൾ ഈ റൂട്ടാണ് കട്ടപ്പനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വാഗമണ്ണിന് പോകുന്നു, ഈ നേരെ പോകുള്ളൂ. ഇതിന് താഴെ ഒരു അമ്പലമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഈ കൂടുതലും തേയിലയൊക്കെയാണ്. ഏലപ്പാറ എന്ന പേരുണ്ട്. ഇവിടെ ഏലത്തോട്ടമല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ തേയിലയുടെ പരിപാടിയാണ് ഏറ്റവും കൂടുതലുള്ളതും തേയില തന്നെയാണ്. ഇപ്പോൾ കട്ടപ്പന നമ്മൾ അവിടെ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡെല്ലാം തന്നെ തേയിലയാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടുപോകാൻ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, റിസോർട്ടും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇവിടെ. ശരിക്കും ഇതൊക്കെ ഈ ഏരിയ എല്ലാം ടൂറിസ്റ്റ് പ്ലേസ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ലോക്കൽ ഏരിയയൊക്കെ അത്യാവശ്യം അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഇത്രയും ഈ സ്ഥലങ്ങളൊന്നും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള 2-3 ദിവസം സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാറൊക്കെ കണക്ട് ചെയ്ത് പോയി കണ്ടിട്ട് പോരാം ഇവിടുന്ന്. പിന്നെ കുട്ടിക്കാനം പോകാം. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കോട്ടയമൊക്കെ പോയി കാണാം. കോട്ടയം, ആലപ്പുഴ എല്ലാം പോവാം. കട്ടപ്പന എത്തി, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഒരു 3-4 ദിവസം ഗ്യാപ്പ് വന്നെന്ന് തോന്നുന്നു ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാനായിട്ട്. അത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. പിന്നെ ടൗൺ ഏരിയയിലൊക്കെ ചെന്നാൽ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല, നല്ല തിരക്കുള്ള ടൗണൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം വീഡിയോ ഇടാൻ സാധിക്കാത്തത്. ഇന്ന് കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോയ്ക്ക് വ്യൂവേഴ്സൊക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു തീരെ കുറവായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ 100 സംതിങ് ഇത്രയും വ്യൂവേഴ്സ് ഉള്ളൂ, പക്ഷേ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ 2K അടുത്ത് വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. നമ്മൾ തുടർന്ന് നല്ല നല്ല വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ നല്ല സ്ഥലങ്ങളോ അല്ല നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്ന വഴിക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. മുന്നോട്ട് നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ എടുക്കുന്നതായിരിക്കും, വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ടെങ്കിലും ഇടാൻ ആണ് ഇപ്പം നോക്കുന്നത്. കാരണം അല്ലാതൊരു വ്ളോഗ് രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ നിലവിൽ ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ആക്കി എങ്കിലും അത് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ അങ്ങനെയുള്ള ഒത്തിരി ചവർ പോലത്തെ വീഡിയോസ് ഇടാറില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന അല്ലെ നല്ലൊരു നല്ല സ്ഥലമാണല്ലോ എന്ന് തോന്നുന്നൊരു സംഭവമായിരിക്കും ഞാൻ വീഡിയോ എടുത്ത് ഇടാറ്. ഞാൻ അങ്ങനെ അല്ലാതെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം. പിന്നെ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.